സ്വർഗം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശയും സമാധാനവും നിറയും. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗം എങ്ങനെയുള്ള ഒരു സ്ഥലമാണ്? പലപ്പോഴും കാർട്ടൂണിസ്റ്റുകളിലും സിനിമകളിലും കാണുന്നത് പോലെ മേഘങ്ങൾക്ക് മുകളിൽ ചിറകുള്ള മാലാഖമാർ ഹാർപ്പ് വായിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണോ അത്? അതോ അതിനേക്കാൾ മനോഹരവും യഥാർത്ഥവുമായ ഒരു ലോകമാണോ? ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് ഇതിന് വളരെ വ്യക്തവും അത്ഭുതകരമായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. പത്മോസ് ദ്വീപിൽ തടവിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്ത ആ വലിയ ദർശനം, സ്വർഗീയ സിംഹാസനം, അതിലെ ആരാധന, പുതിയ ആകാശം, പുതിയ ഭൂമി, സ്വർണ്ണ തെരുവുകളുള്ള പുതിയ യെരുശലേം നഗരം, ഇവയൊക്കെ എന്താണ് എന്ന് നമ്മൾ ഇന്ന് വിശദമായി പഠിക്കാൻ പോവുകയാണ്. ഇന്ന് വെളിപാട് പുസ്തകം 4, 5, 21, 22 എന്നീ 4 അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി ബൈബിൾ വിവരിക്കുന്ന സ്വർഗത്തിന്റെ പൂർണ്ണമായ ചിത്രം നമ്മൾ വിശകലനം ചെയ്യും. ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ വളരെ ശ്രദ്ധയോടെ കാണുക. കാരണം നിങ്ങളുടെ സ്വർഗീയ പ്രത്യാശയെ ഇത് പുതിയൊരു തലത്തിലേക്ക് ഉയർത്തും. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്നവരിൽ 95% പേരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ഫോളോ ചെയ്യുന്നില്ല. ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. നമുക്ക് വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നും ആരംഭിക്കാം. യോഹന്നാൻ പറയുകയാണ്, ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. സ്വർഗത്തിലേക്ക് നോക്കിയ യോഹന്നാൻ ആദ്യം കണ്ടത് ദൈവത്തിന്റെ സിംഹാസനമാണ്. സ്വർഗത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനമാണ്. അത് അധികാരം, ഭരണം, വിശുദ്ധി എന്നിവയുടെ പ്രതീകമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കാഴ്ച സൂര്യകാന്തത്തോടും കുറുമണിയോടും തുല്യമായിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകത്തിന് സമമായ ഒരു പച്ചവില്ല് ഉണ്ടായിരുന്നു. സാധാരണ മഴവില്ലിൽ പല നിറങ്ങളാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ അനുകമ്പയെയും ഉടമ്പടിയെയും സൂചിപ്പിക്കുന്ന പച്ച നിറത്തിലുള്ള മഹത്വത്തെയാണ് കാണുന്നത്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും ശബ്ദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ സ്ഫടികത്തിന് തുല്യമായ കണ്ണാടിക്കടൽ യോഹന്നാൻ കാണുന്നു. ഈ കണ്ണാടിക്കടൽ ദൈവത്തിന്റെ പൂർണ്ണമായ വിശുദ്ധിയെയും അവിടെയുള്ള മാറ്റമില്ലാത്ത ശാന്തതയുമാണ് കാണിക്കുന്നത്. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങളും അതിൽ വെളുത്ത വസ്ത്രം ധരിച്ച തലയിൽ പൊൻകിരീടമണിഞ്ഞ 24 മൂപ്പന്മാരെയും അവൻ കാണുന്നു. ഇവർ പഴയ നിയമത്തിലെ 12 ഗോത്ര തലവന്മാരെയും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരെയും, അതായത് ദൈവത്തിന്റെ പൂർണ്ണമായ സഭയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനു പുറമെ സിംഹാസനത്തിന്റെ നടുവിലും ചുറ്റിലുമായി 4 ജീവികളുണ്ട്. ഒന്നാമത്തേത് സിംഹം പോലെയും, രണ്ടാമത്തേത് കാള പോലെയും, മൂന്നാമത്തേതിന് മനുഷ്യന്റെ മുഖവും, നാലാമത്തേത് പറക്കുന്ന കഴുകന് തുല്യവുമാണ്. ഇവർ രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ ഇങ്ങനെ ആർത്തു വിളിക്കുന്നു, ഇരുന്നവനും ഇരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായുള്ള സർവശക്തനായ ദൈവമായ കർത്താവ്, വിശുദ്ധൻ, വിശുദ്ധൻ, വിശുദ്ധൻ. മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഊരിവെച്ച് അവിടത്തെ വന്ദിക്കുന്നു. അതെ, സ്വർഗമെന്നാൽ നിരന്തരമായ ദൈവഭക്തിയും ആരാധനയും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഒരിടമാണ്. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ നാടകം അവിടെ നടക്കുന്നത് നമുക്ക് കാണാം. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത് കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതും 7 മുദ്രയാൽ അടച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഉണ്ട്. ഈ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യനായവൻ ആരുമില്ല എന്ന് കണ്ട് യോഹന്നാൻ ഉറക്കെ കരയുന്നു. കാരണം മനുഷ്യരാശിയുടെയും ഭൂമിയുടെയും വീണ്ടെടുപ്പിന്റെ ആധാരരേഖയാണത്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് പറയുന്നു, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ജയം നേടിയിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു സിംഹത്തെയല്ല, മറിച്ച് അറുക്കപ്പെട്ടതുപോലെയുള്ള ഒരു കുഞ്ഞാടിനെയാണ്. അത് നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവാണ്. കുരിശിലെ ത്യാഗത്തിലൂടെയാണ് യേശു ജയം നേടിയത്. കുഞ്ഞാട് വന്ന് പുസ്തക ചുരുൾ വാങ്ങുമ്പോൾ സ്വർഗത്തിൽ ഒരു പുതിയ ഗാനം മുഴങ്ങുന്നു. വെളിപാട് 5, 9, 10 വാക്യങ്ങളിൽ നമ്മൾ അത് വായിക്കുന്നു. നീ പുസ്തകം വാങ്ങുന്നവനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. എന്തുകൊണ്ടെന്നാൽ നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിനും ഭാഷത്തിനും വംശത്തിനും ജാതിയിലുമുള്ളവരെ ദൈവത്തെങ്കിലേക്ക് വിലയ്ക്ക് വാങ്ങി. തങ്ങളുടെ ദൈവത്തിന് രാജ്യത്വവും പുരോഹിതന്മാരുമാക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴും. തുടർന്ന് 10,000-10,000-ആയും 1,000-1,000-ആയുമുള്ള കോടിക്കണക്കിന് മാലാഖമാരുടെ വലിയൊരു ശബ്ദം യോഹന്നാൻ കേൾക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും കടലിലുമുള്ള സകല സൃഷ്ടികളും ചേർന്ന് പറയുകയാണ്,
സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തുതിയും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ആരാധന എന്നത് വിരസമായ ഒന്നല്ല, മറിച്ച് സൃഷ്ടാവ് തന്റെ സൃഷ്ടികളോട് കാണിച്ച സ്നേഹത്തിനും വീണ്ടെടുപ്പിനും കൃതജ്ഞത അർപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ആനന്ദ അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ വെളിപാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് വരികയാണ്. ഇവിടെയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള പലരുടെയും തെറ്റായ ധാരണകൾ തിരുത്തപ്പെടുന്നത്. 21 അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കടന്നുപോയി, സമുദ്രവും ഇനിയില്ല. പലരും വിചാരിക്കുന്നത് നമ്മൾ എന്നെന്നും ആകാശത്തിന്റെ മേഘങ്ങൾക്ക് മുകളിൽ ഒഴുകി നടക്കുന്നു എന്നാണ്. എന്നാൽ ബൈബിളിൽ പറയുന്നത് ദൈവം ഈ മലിനമായ ഭൂമിയെയും ആകാശത്തെയും മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും എന്നാണ്. അതാണ് ദൈവമക്കളുടെ ശാശ്വതമായ ഭവനം. ഇവിടെ വെളിപാട് 21 3-4 വാക്യങ്ങളിൽ ദൈവത്തിന്റെ അന്തിമമായ വാഗ്ദാനമുണ്ട്. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെയുണ്ട്. അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവന്റെ ജനമായിരിക്കും. അവൻ താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് ശാശ്വതമായി പോവുക മാത്രമല്ല, ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് വസിക്കുകയാണ് ചെയ്യുന്നത്. ആ പുതിയ ലോകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കണ്ണുനീരില്ല. ദൈവം അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മരണമില്ല, ഇനി മരണം ഉണ്ടാകുകയുമില്ല. വേദനയില്ല, ദുഃഖവും നിലവിളിയും വേദനയും ഇനി ഉണ്ടാകില്ല. പഴയ കാര്യങ്ങളെല്ലാം കടന്നുപോയി. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, വിയോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, മാനസിക വിഷമങ്ങൾ ഇവയൊന്നും അവിടെ ഉണ്ടാകില്ല. സർവവും ദൈവം പുതിയതാക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ ദൂതൻ യോഹന്നാനെ ഒരു വലിയ മലയിൽ കൊണ്ടുപോയി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കാണിച്ചു കൊടുക്കുന്നു. ഈ നഗരത്തിന്റെ വിവരണമാണ് സ്വർഗത്തിന്റെ അതിശയമായ ഭംഗി നമുക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് ആ നഗരത്തിന്റെ അളവും സവിശേഷതകളും. ആകാശത്തോളം ഉയരമുള്ള വലിയ മതിൽ, അതിന് 12 ഗോപുരങ്ങൾ അഥവാ വാതിലുകളുണ്ട്. വാതിലുകളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നു. 12 മുത്തുവാതിലുകൾ. ഓരോ വാതിലും ഓരോ വലിയ ഒറ്റ മുത്താണ്. നഗരമതിലിന്റെ അടിത്തറ 12 തരം അപൂർവ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സൂര്യകാന്തം, നീലരത്നം, മരതകം, ഗാർനെറ്റ് തുടങ്ങിയവ. നഗരത്തിന്റെ തെരുവ് കണ്ണാടിക്ക് തുല്യമായി തിളങ്ങുന്ന ശുദ്ധമായ തങ്കം കൊണ്ടുള്ളതാണ്. ഈ ലോകത്തിൽ മനുഷ്യർ പണത്തിനും സ്വർണത്തിനും വേണ്ടി ഓടി നടക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ അത് ചവിട്ടി നടക്കുന്ന തെരുവ് മാത്രമാണ്. ദൈവം തനിക്കായി കരുതി വെച്ചിരിക്കുന്ന മഹത്വം എത്ര വലുതാണ് എന്ന് ഇത് കാണിക്കുന്നു. യോഹന്നാൻ ഈ നഗരത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നു. അവിടെ ദേവാലയം അഥവാ പ്രാർത്ഥനാലയം ഇല്ല. കാരണം എന്താണ്? സർവശക്തനായ ദൈവവും കുഞ്ഞാടും തന്നെയാണ് അവിടുത്തെ ദേവാലയം. അവിടെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചം ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ മഹത്വം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു. അവിടുത്തെ വിളക്ക് കുഞ്ഞാടാകുന്നു. അവിടെ രാത്രിയില്ല, വാതിലുകൾ അടയ്ക്കാറുമില്ല. വിശുദ്ധിയുള്ളവർ മാത്രമേ ആ നഗരത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇനി നമ്മൾ അവസാന അധ്യായമായ വെളിപാട് 22 എത്തുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ അനുഗ്രഹത്തിന്റെ ചിത്രം കാണാം. ദൂതൻ യോഹന്നാന് ജീവന്റെ വെള്ളമായ നദി കാണിച്ചു കൊടുക്കുന്നു. അത് സ്ഫടികം പോലെ തെളിഞ്ഞതായി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും ഒഴുകി വരുന്നു. നദിയുടെ ഇരുവശത്തുമായി ജീവവൃക്ഷം നിൽക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ അതേ ജീവവൃക്ഷം. ഈ വൃക്ഷം മാസം തോറും 12 വീതം ഫലം തരുന്നു. ഇതിന്റെ ഇലകൾ ജാതികളുടെ സൗഖ്യത്തിനായിട്ടുള്ളതാണ്. അതെ, പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ കൂട്ടായ്മയും നിത്യജീവനും ക്രിസ്തുവിലൂടെ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടതാണ്. സ്വർഗത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം വിവരിക്കുന്ന സ്വർഗം വെറും ഒരു ഭാവനയോ കഥയോ അല്ല. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി യേശു ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഭവനമാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഇവിടുത്തെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തോടൊപ്പം നമ്മൾ ചെലവഴിക്കാൻ പോകുന്ന നിത്യത അവസാനമില്ലാത്തതാണ്. ഈ സ്വർഗീയ പ്രത്യാശയാണ് ഏതൊരു പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ ക്രിസ്ത്യാനികൾക്ക് ശക്തി നൽകുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ ഈ നഗരത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു.
നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടും ദൈവഭയത്തോടും കാത്തു സൂക്ഷിക്കാൻ ഈ സ്വർഗീയ ദർശനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഈ ആഴത്തിലുള്ള പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് ഈ പ്രത്യാശയുടെ സന്ദേശം എത്തിക്കുക. സ്വർഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുമല്ലോ. വചനാധിഷ്ഠിതമായ കൂടുതൽ പഠനങ്ങൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.